പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നതിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്രമാത്രം ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇത് കേൾക്കുന്ന വിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ അറിയാൻ വേണ്ടി, മുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ വിഷയത്തിൽ സമസ്തയാണ് ശരി. അവരോടൊപ്പം നമ്മൾ നിൽക്കണം, അവരെ നമ്മൾ പിന്തുണയ്ക്കണം. അവരുടെ ആ ഒരു വാദങ്ങൾ നിങ്ങൾ ആംപ്ലിഫൈ ചെയ്യുക, അത് കൂടുതൽ മുസ്ലിങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇത് ബാക്കിയുള്ള ആളുകളും അത് ചെയ്യുക. നിങ്ങൾ ഏത് മതത്തിലോ മതത്തിലില്ലാത്തവരായിക്കോട്ടെ, വോക്കുകളാണെങ്കിൽ പോലും നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ഒരു 1-2 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയപ്പെട്ടത്, അതൊന്ന് റിയാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് മെൻഷൻ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഒരു വീഡിയോ, അത് നമ്മൾ പറയാറുണ്ട് ഈ ലോകം മുഴുവൻ മുസ്ലിങ്ങളായെന്ന് വിചാരിക്കാം, എന്നാൽ ഈ മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീരുമോ എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചോദിക്കാറുള്ളൊരു പ്രധാനപ്പെട്ട ഒരു $1 മില്യൺ ചോദ്യം. ഒരിക്കലും തീരില്ല എന്നുള്ളതാണ്. അപ്പോൾ ലോകം മുഴുവൻ മുസ്ലിങ്ങളായാൽ പോലും മുസ്ലിങ്ങളിലെ പ്രശ്നം തീരില്ല. ഇനി ലോകത്ത് ഒരു മുസ്ലിം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം, മൊത്തം മനുഷ്യന്മാർ മരിച്ചു, ഒരാൾ മാത്രം ബാക്കിയായി, ദ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് എന്നൊക്കെ പറയുന്ന മാതിരി ഒരൊറ്റ ആൾ ബാക്കിയായി. അയാളൊരു മുസ്ലിമാണെന്ന് വിചാരിക്കുക, എന്നാൽ അയാളുടെ പ്രശ്നം തീരുമോ? അതും തീരൂല. അയാളും സ്വന്തം ജീവനോട് ഇങ്ങനെ പടവെട്ടി ഒന്നെങ്കിൽ അവസാനം തല്ലി ചാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് അവസാനിക്കും. ഇതാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ഒരു വശത്ത് യുക്തിവാദികൾ, സ്വതന്ത്ര ചിന്തകർ, അവരൊക്കെ ആയിട്ട് ഇപ്പോൾ വൈശാഖൻ തമ്പിയുടെ പിന്നാലെയാണ് പോയിരിക്കുന്നത്. വൈശാഖൻ തമ്പി പറഞ്ഞ ചില കാര്യങ്ങളിൽ അക്ഷരപിശാചുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത്, ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ദെർഫോർ ഇസ്ലാം ഈസ് ട്രൂ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുൽസിത ശ്രമം, ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ ഇടയിൽ വേറെ ചില ആളുകൾ, നമ്മളെ ഉണ്ണാക്കൻ ബാസിയെ പോലുള്ള ആളുകൾ ചെയ്യുന്നത് എന്താണ്, യുക്തിവാദികളൊക്കെ ശാസ്ത്രം എന്നാണ് കണ്ടു തുടങ്ങിയത്, ഞങ്ങളൊക്കെ ഇത് പണ്ടേ കണ്ടു തുടങ്ങിയതാണ് എന്നുള്ള ഉടായ്പോ അതുമായിട്ട് വേറെ വന്നിട്ടുണ്ട്. പണ്ട് ഈ പറയുന്ന ഈ 16-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ ആ ഒരു 17-ാം നൂറ്റാണ്ട് കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിന് മുന്നേ ഉള്ള കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുക്തിവാദിയാണ്, ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവവിശ്വാസികൾ കൊന്നുതള്ളും. ആ കാലത്ത് അവർ പിന്നെ ദൈവവിശ്വാസികളായി അഭിനയിച്ചും ഒക്കെയാണ് ഇവിടെ പല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ മറ്റൊരു വസ്തുത. അതിരിക്കുകയാണ് ഇവിടെ പറയുന്നത് ഈ ശാസ്ത്രമൊക്കെ കണ്ടുപിടിച്ച് നമ്മളാണെന്ന്. ഇനി പോട്ടെ, ഇനി ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞ് ഇവർ ഉന്തിയും തള്ളിയും കൊണ്ട് നടക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിനകത്ത് ഇവർ എടുത്തു പറയുന്ന ഒരാളാണ് അൽ റാസി, അതല്ലെങ്കിൽ ഇബ്നു സീന എന്നൊക്കെ പറയുന്ന ആൾ. ഇബ്നു സീനയെ ഇവിടുത്തെ മുസ്ലിം പണ്ഡിതരെന്നെ വിളിച്ചിരുന്നത് ലീഡർ ഓഫ് ദ കാഫിർ എന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ അത് അവർ പറയില്ല, അത് ഒളിപ്പിച്ച് വെക്കും, കാരണം അത് പറഞ്ഞാൽ കുറച്ചില്ല. അപ്പോൾ അവരെന്ത് പറയും, ഇബ്നു സീന വലിയ മുസ്ലിമായിരുന്നു പറയും. അപ്പോൾ അത്രയും നാൾ ഈ പറയുന്ന ആളുകൾ ഇവരെയൊക്കെ ഈ ലീഡർ ഓഫ് കാഫിർ എന്നൊക്കെ വിളിച്ച് പെല്ലാം അങ്ങ് മാറ്റി, ഇപ്പം അത് പറയണ്ട എന്ന് പറയും. ഇതാണ് അവസ്ഥ. എന്തുകൊണ്ട് അയാളെ ലീഡർ ഓഫ് കാഫിർ എന്ന് വിളിച്ചത്? കാരണം ഇയാൾക്ക് ഈ മതത്തിൽ വിശ്വാസമില്ല. ഇങ്ങനെയുള്ള റെവലേഷൻ എന്ന് പറയുന്ന ഈ വഹി ഇറങ്ങുക, ഈ ഉത്ബോധനം ഇങ്ങനെ വരിക എന്ന് പറയുന്ന ആ ഒരു ആകാശത്തു നിന്ന് സാധനം ഇറക്കുക എന്ന് പറയുന്ന സാധനത്തിൽ പുള്ളിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ അള്ളാഹുലും മുഹമ്മദ് നബിയിലും വിശ്വസിക്കാൻ കഴിയില്ല. അതിൽ പുള്ളിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പുള്ളി അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളിയെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ പുള്ളി പിന്നെ എന്തായി? പുള്ളി പിന്നെ ഒരു വിശ്വാസിയെ പോലെ ജീവിച്ചു. ഇതാണ് ഇബ്നു സീന. ഇനി അൽ റാസി എന്താണ്? അൽ റാസി ഇതേപോലെ മറ്റൊരു ഗോൾഡൻ ഇസ്ലാമിക് ഏജിൻ്റെ ഒരു ഉൽപ്പന്നമായിട്ടാണ് ഇവർ അവതരിപ്പിക്കുക. മൂപ്പര് മറ്റൊരു ഹെറിറ്റിക്, ദ ഹെറിറ്റിക് എന്നാണ് ആൾ വിളിച്ചിരുന്നത്. എന്നുവെച്ചാൽ ദ അവിശ്വാസി. അയാളെയാണ് ഇന്നിപ്പോൾ മുസ്ലിമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇമ്മാതിരി ഗതികേടുള്ള ടീമാണ് ഉണ്ണാക്കൻ ബാസിനെ പോലുള്ള ആളുകൾ വന്നിരുന്ന് പറയുന്നത്. ശാസ്ത്രം അവരാണ് കണ്ടുപിടിച്ചത്. ആയിക്കോട്ടെ, നിങ്ങളെ കണ്ടുപിടിച്ചോ. എന്നാൽ പിന്നെ നിങ്ങൾ ഈ ഖുർആനിലൊക്കെ പറഞ്ഞിട്ടുള്ള ചില ശാസ്ത്രങ്ങളുണ്ടല്ലോ, 7 ആകാശമുണ്ട്, 7 ഭൂമിയുണ്ട്, 7-ാം ആകാശത്തെ കുതിരയെ പറന്നു, ചന്ദ്രനെ പിളർത്തിയത് വിശ്വസിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്ന ആളാണ്. ഇഞ്ചാതി ശാസ്ത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ ശാസ്ത്രം നമുക്ക് വേണ്ടോയി എന്ന് നമുക്ക് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്ന് ഉണ്ണാക്കൻ ബാസി, നിങ്ങളുടെ ഈ തള്ളൊന്ന് നിർത്ത്. നിങ്ങൾ ഖുർആനിലെ ശാസ്ത്രം പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ വെല്ലുവിളി വെച്ചിട്ടുണ്ടല്ലോ, പൊതുവേദിയിലേക്ക് വരിക. ആ ലിറ്റ്മസിൻ്റെ വേദിയിലേക്ക് വിളിച്ചപ്പോൾ അവിടുന്ന് മുങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ ആളുകൾ ചോദിക്കുമ്പോൾ കമൻ്റ് ഇടും, ഞാൻ വിളിച്ചിട്ട് വന്നിട്ടില്ല, ഓൺലൈനിൽ ഞങ്ങൾ കാത്തിരുന്നു. നീ അവിടെ എവിടെയെങ്കിലും കാത്തിരിക്കണം, ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ പൊതുവായിട്ട് ഔദ്യോഗികമായിട്ട് ഒരു പൊതുവേദിയിലേക്ക് വിളിക്കുമ്പോൾ, അത് ഔദ്യോഗികമായിട്ട് വിളിക്കേണ്ട ആളുകൾ വിളിക്കുമ്പോൾ ഇല്ല, വരൂല, യുക്തിവാദികളുടെ വേദിയിൽ വരണ്ടെന്നാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞ ആ ഉളുപ്പില്ലാത്ത ഉണ്ണാക്കൻ ബാസി ഇന്നിപ്പോൾ നാട്ടുകാർ മുന്നിൽ പറഞ്ഞു നടക്കുന്നത് അവരേതോ ഓൺലൈനിൽ എന്തോ ലിങ്കും ഒട്ടിച്ചിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ചെന്നില്ല എന്നുള്ളതാണ് അവർ പരാതി. അങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും ഇവിടെ ലിങ്ക് ഒട്ടിച്ചിരിക്കുമ്പോൾ വരേണ്ട ഗതികേടൊന്നും എനിക്കില്ല. നമ്മളിത് ഔദ്യോഗികമായിട്ട് വിളിക്കും, അവിടെ നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വരിക, അല്ലെങ്കിൽ നിങ്ങൾ ഔദ്യോഗികമായിട്ട് വിളിക്കൂ, പൊതുവേദിയിൽ വിളിക്കുക. ഈ ഉടായ്പ് മറ്റേ ഓൺലൈൻ സംവാദം കമ്പിളി പതിപ്പ് പരിപാടിക്ക് നമ്മളില്ല. പണ്ടേ പറഞ്ഞാണ്, ആ ഹൈതമി വന്ന പോലെ, അയ്യൂബ് മൗലവി വന്ന പോലെ, അല്ലെങ്കിൽ വേളം വന്നതുപോലെ, അതല്ലെങ്കിൽ അങ്ങനെ കുറേ ആളുകൾ വന്നല്ലോ, അവരൊക്കെ വന്നതുപോലെ ധൈര്യശാലിയായിട്ട് വരിക ഉണ്ണാക്കൻ ബാസിൽ. എന്നിട്ട് നമ്മൾ നേരിടൂ, തേച്ചൊട്ടിക്കൂ. എന്നെ തേച്ചൊട്ടിക്കാനുള്ള ആ ഒരു അസുലഭ അവസരമല്ലേ വെച്ച് നീട്ടുന്നത്? എന്തിനാണ് അത് തള്ളിക്കളയും? നിങ്ങളുടെ കൂടെ പഠിച്ചോനില്ലേ, മലക്കില്ലേ, ആരൊക്കെ ഉണ്ട്? എന്നിട്ട് പിന്നെ ഇങ്ങനെ പേടിക്കണം എന്തിനാ? അപ്പോൾ ഇനി അടുത്ത ലിറ്റ്മസിനും ചിലപ്പോൾ അവർ വിളിക്കും, അപ്പോഴെങ്കിലും അതൊന്ന് ഏറ്റെടുക്കും.
എന്നിട്ട് ആ പറയുന്ന സാധനം ഒന്ന് കൊണ്ടുവന്ന് തെളിയിക്ക്. ഇതല്ലേ നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ വെല്ലുവിളികൾ ഏറ്റെടുക്കുക. 3 വെല്ലുവിളി വിഷയം നമ്മൾ മുന്നേ വെച്ചത് ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. അതവിടെ നിൽക്കുകയാണ്. അള്ളാഹു ആണ് ഒറിജിനൽ ദൈവം, മുഹമ്മദ് നബിയുടെ ഉത്തമ മാതൃകയാണോ, ഇസ്ലാം ഒരു സമാധാന മതമാണോ എന്ന 3 ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇനി അതല്ല, ഇനി ഇസ്ലാം ഏതാണ് മതങ്ങൾക്ക്, ഇസ്ലാമിൽ ശാസ്ത്രത്തിന് വല്ല പങ്കുണ്ടോ, ഇത് നമുക്ക് ചർച്ച ചെയ്യാന്നേ. 4ാമത്തെ വെല്ലുവിളി വിഷയമായിട്ടെടുത്തോ. അതായത് ശാസ്ത്രം എന്ന് പറയുന്ന സംഗതിയിൽ ഇസ്ലാമിന് പങ്കുണ്ടോ, നിങ്ങൾ മുന്നോട്ട് വെക്കുക. ചന്ദ്രനെ പിളർത്തിയത് ശാസ്ത്രീയമാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് അതിൽ തെളിയിച്ച് കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഉണ്ണാക്കം ബാസിനോട് കൃത്യമായിട്ട് ഞാൻ പറയുകയാണ്, ഇനിയും ഈ ആളുകളെ പറ്റിക്കുന്ന പരിപാടി, ഈ കമൻറ്റുകളിൽ പോയിട്ട് ഞാൻ ലിങ്ക് ഒട്ടിച്ച് കാത്തിരുന്നു ആരിഫ് വന്നില്ല എന്ന് പറയുന്ന നുണ ഇനിയെങ്കിലും പറയാതിരിക്കുക. പച്ച നുണയാണ്. അങ്ങനെ ഒരു ഗതികേട് എനിക്കില്ല. അങ്ങനെ ഒരു ഓൺലൈൻ സംവാദത്തിന് പങ്കെടുക്കാമെന്ന് ഞാൻ എവിടെയും അത് അംഗീകരിക്കുകയോ സമ്മതിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ എവിടെയും സമ്മതിച്ചാൽ അത് ആദ്യം തെളിയിക്കുന്ന ഈ പണി നമ്മൾ നിർത്തും. നമ്മൾ അന്നും ഇന്നും പറയുന്നത് ഓൺലൈൻ സംവാദത്തിന് ഇല്ല, ഓഫ്ലൈൻ സംവാദത്തിന് പൊതുവേദിയിൽ നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരും, അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ നിങ്ങൾ വരിക. ഓഫ്ലൈൻ സംവാദം പൊതുവേദിയിൽ, ഇതിനെ നമ്മൾ അന്നും ഇന്നും ഉള്ളൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓൺലൈൻ സംവാദം പരിപാടി, ഉടായ്പ്, കമ്പിളിപ്പതുപ്പ് പരിപാടിയില്ല. നമ്മളിപ്പോൾ ഒരു കോയാ കോളിംഗ് അവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. സലാം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ച ആൾ ഉത്തരം മുട്ടി. അപ്പോൾ മൂപ്പർ എന്താ പറയുക, റേഞ്ചില്ല, കേൾക്കുന്നില്ല എന്നൊക്കെ പറയണത് കേട്ടല്ലോ. ഈ ഉടായ്പാണ് അന്ന് അവരെടുത്തത്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഉടായ്പ പരിപാടിക്ക് നമ്മളില്ല, കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ക്യാമറയൊക്കെ ഓഫാക്കി വെച്ചിട്ട് മുങ്ങുന്ന പരിപാടി, അത് നിങ്ങൾ വല്ല മദ്രസയിലും ചിലവാക്കിയാൽ മതി, എൻ്റെ പൊന്നും ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്കതിന് കൂടാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന വെല്ലുവിളി ഏറ്റെടുക്കുക. അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെയാണ് ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ നമ്മളുടെ യുക്തിവാദികളുടെ യുദ്ധം ഒരു വശത്ത് നടക്കുമ്പോൾ, ഇതേപോലെ നടക്കുമ്പോൾ, ഇപ്പുറത്ത് വേറൊരു യുദ്ധം, അത് ഈ സുന്നി മുജാഹിദ് യുദ്ധം. അപ്പോൾ ആ യുദ്ധത്തിൽ ഇവരുടെ ഒരു വലിയ സംശയമാണ്. അതായത് ആരിഫ് ഹുസൈനെ വെച്ചിട്ടാണ് അവിടെ അവർ തമ്മിലൊരു യുദ്ധം. അത് കണ്ട് കുറേ ആൾക്കാർ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അത് കണ്ട് സാധനം അയച്ചു തന്നപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ടൊരു വീഡിയോ, ഒരു ചെറിയൊരു റിയാക്ഷൻ, ഒരു വീഡിയോ ഇട്ടു. കമൻറ്റിൽ നമുക്ക് വീഡിയോ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ. അത് ഞാൻ കൊണ്ടുപോയി ഇട്ടു. അതിട്ട് കഴിഞ്ഞ് ഒരു 24 മണിക്കൂർ ആവുന്നതിന് മുന്നേ ആ വീഡിയോ അവർ ഡിലീറ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത്. അതോ അവർ എന്നെ ഹൈഡ് ചെയ്യോ ഡിലീറ്റ് ചെയ്യോ മുക്കോ എന്തോ ചെയ്തിട്ടുണ്ട്. എനിക്കതല്ല, അത് കാണാനല്ല, എൻ്റെ വീഡിയോ ഡിലീറ്റ് ആയി പോവുകയും ചെയ്തു. പക്ഷേ നമ്മളത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. കാരണം ഈ സോഷ്യൽ മീഡിയ ഒരു യുഗത്തിൽ നിങ്ങൾ വീഡിയോ മുക്കുക എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. അങ്ങനെ ഒരു സാധനം നടക്കില്ല. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ആ സാധനം നാട്ടുകാരുടെ കയ്യിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. ഇതാണ് ഇന്നത്തെ ഒരു കാര്യം. അതിൻ്റെ ഒരു ഫുട് പ്രിൻറ്റ് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, ഒരു ഫിംഗർ പ്രിൻറ്റ് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ മുക്കിയെങ്കിൽ ആ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ വീഡിയോ എന്താണെന്ന് നമ്മൾ കാണാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി കാര്യം പറയാം. ഇതിൽ ഇവർ പറയുന്നതിൽ എന്താണ് വസ്തുത എന്ന് നമുക്കൊന്ന് പറഞ്ഞിട്ട് പോകാം. ഓക്കെ. ഓ മുസ്ലിമീങ്ങളെ, ഇസ്ലാമിൽ നിരീശ്വരവാദികൾ എണ്ണം കൂടുന്നത് എങ്ങനെയാ, എക്സ് മുസ്ലിമീങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, മൗലവിമാരുടെ വിവരക്കേട് കേട്ടിട്ടാണ്, ഖുർആനിന്റെ പേരിൽ ഇങ്ങനെയുള്ള വൈരുദ്ധ്യം പറഞ്ഞിട്ടാണ്. ആരിഫ് ഹുസൈൻ കേട്ടിട്ടുണ്ടോ? ഡോക്ടർ ആരിഫ് ഹുസൈൻ. അദ്ദേഹത്തിന് ആരിഫ് ഹുസൈൻ എന്ന് പേരിട്ടത് ആരാന്നറിയോ? അറിയോ? അറിയുന്നവർ കൈവന്തിക്ക്, അറിയുന്നവർ കൈവന്തിക്ക്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, മർക്കസു സഖാവത്ത് സുന്നിയില്, അവിടുത്തെ സ്കൂളില് കുട്ടിയായി പഠിച്ച കാലത്ത് ഇദ്ദേഹത്തിന്റെ ബാപ്പ, ആരിഫ് ഹുസൈന്റെ ബാപ്പ കാന്തപുരത്തിന്റെ വലിയ മുരീദായിരുന്നു. അങ്ങനെ ഹുസൈൻ എന്നായിരുന്നു എന്റെ പേര്, ഡോക്ടർ ഹുസൈൻ. ആരിഫില്ല, അറിഞ്ഞവൻ, അറിവുള്ളവൻ എന്നർത്ഥത്തിൽ കാന്തപുരം വിളിച്ചു. എന്ത്? നീ വെറും ഹുസൈൻ അല്ല, ഞാൻ നിനക്ക് ഉസ്താദ് നിനക്ക് പേരിട്ടിരിക്കുന്നു ആരിഫ് ഹുസൈൻ. അതുകൊണ്ട് ഇന്ന് ഫുൾ ടൈം ഇസ്ലാമിനെ തെറി പറയുന്ന ഒരു ദജ്ജാലായി ഇവൻ വളർന്നത്. എന്താണ് മോനെ ക്ലിപ്പ് ഒന്നുകൂടിട്ടെ. ഓ മുസ്ലിമീങ്ങളെ, ഇസ്ലാമിൽ നിരീശ്വരവാദികൾ എണ്ണം കൂടുന്നത് എങ്ങനെയാ, എക്സ് മുസ്ലിമീങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, മൗലവിമാരുടെ വിവരക്കേട്. എക്സ് മുസ്ലിം ഉണ്ടാകുന്നത് കാന്തപുരം പേരിട്ടത് കൊണ്ടാണ്. സഖാപ്പി ഏറ്റവും വലിയ വൃത്തികെട്ട യുക്തിവാദിയാണ് ആരിഫ്. ജബ്ബാർ മാഷ് അങ്ങനെയല്ല, പൂർവ്വകാല യുക്തിവാദികളൊന്നും അങ്ങനെയല്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ യുക്തിവാദികളിൽ വേറെ പല ആളുകളുണ്ട്. ആ ലിയാഖത്ത് കണ്ടല്ലോ. ആരിഫ് ഹുസൈനോ കാന്തപുരം പേരിട്ടപ്പോൾ ലോകത്തിൽ ഏറ്റവും ദുഷിച്ച ജന്മായി. കാരണം മർക്കസു സഖാവത്ത് സുന്നിയിൽ അങ്ങനത്തെ സാധനങ്ങളെ പ്രൊഡക്റ്റ് നടത്തി പുറത്തുവിടുന്ന നേതാവിട്ട പേരാണ്. അതുകൊണ്ട് സഖാഫി വീട്ടിലിരുന്ന് മൂത്രയിച്ചു പോകുന്നുണ്ടെങ്കിൽ തൽക്കാലം അവിടെ എന്തെങ്കിലും ഒന്ന് പിരിച്ചേക്ക് കേട്ടോ. അടി ചോദിച്ചു വാങ്ങുക, എരന്നു വാങ്ങുക. അങ്ങനെ എരന്നു വാങ്ങിയതാ നീ. അത് നിനക്ക് പള്ളർച്ച തന്നിട്ടില്ലെങ്കിൽ
ശരിയാവൂല. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക. എന്താ പറഞ്ഞത്? മുജാഹിദ് മൗലവിമാരുള്ളതുകൊണ്ടാണ്. വലിയ കണ്ടെത്തരാം. പക്ഷെ ഏറ്റവും വലിയ നന്ദി കെട്ട യുക്തിവാദി, ആ യുക്തിവാദി ഉണ്ടാക്കിയത് ആരാണ്? എന്റെ ഉസ്താദാണ്. മൂപ്പര് പേരിട്ടുകൊണ്ട് നശിച്ചു പോയത് ആ ജന്മം. മനസ്സിലായോ? അതുകൊണ്ട് അധികം നീന്തേണ്ട, ഇവിടെ വന്ന് ഞെളിയണ്ട. വിഷയം അവതരിപ്പിച്ച് പോയിക്കോ, ഞങ്ങൾ വിഷയം അവതരിപ്പിക്കാം. ഇതൊന്ന് കേട്ടോക്കെ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതായത് 2-3 കാര്യങ്ങൾ. ഒന്ന്, എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ ഇവർ കാണുന്നതെന്നുള്ളതാണ്. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഭാഷ, ഇപ്പം നമ്മളോട് പറയാറുണ്ട് നമ്മൾ ഭാഷ മര്യാദയ്ക്ക് ഉപയോഗിക്കണമെന്ന്. ഇവിടെ ഈ മുജാഹിദ് ബാലുശ്ശേരി സ്വന്തം സമുദായത്തിൽപ്പെട്ട മറ്റൊരു വിഭാഗത്തോട് കാണിക്കുന്ന അസഹിഷ്ണുത, ആ ഭാഷയിലുള്ള ആ ഒരു ക്രൗര്യം, അത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നീയ് എന്തൊക്കെയാണ് വിളിക്കുന്നത്? അതായത് ഇയാൾ ഒരു പണ്ഡിതനാണ്, മൂപ്പര് ഒരു പണ്ഡിതനാണ്. ഒരു പണ്ഡിതൻ വേഴ്സസ് പണ്ഡിതൻ, അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. അങ്ങനെ കാണുന്ന സമയത്ത് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഞാനും ലിയാഖത്ത് അലിയൊക്കെ വലിയ തോതിൽ ആശയപരമായിട്ട് വ്യത്യസ്തരായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് വെച്ച് ഞാനിപ്പോൾ ലിയാഖത്ത് അലിയുടെ ഒരു വേദിയിൽ വരുന്നു, ഒരു സംഭാഷണത്തിന് വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഇവിടെ തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അവിടെ നമ്മൾ നീ എടാ പോടാന്നൊന്നും നമ്മൾ വിളിക്കാറില്ല. ലിയാഖത്ത് അലി എന്ന് തന്നെ നമ്മൾ ഒന്നുകിൽ പേര് വിളിക്കും, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം ശരിയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ആ ഒരു സാധനം, ആ ഒരു ഇൻഡിവിജ്വൽ, ആ ഒരു ഈക്വൽ ആണെന്നുള്ളൊരു പൊസിഷനിൽ നിന്ന് മാറാതെ തന്നെയാണ് നമ്മളവിടെ. ഇപ്പോൾ ജബ്ബാർ മാഷ് പറയുന്ന കാര്യങ്ങളോട് നമുക്ക് എതിർപ്പുണ്ട്. അവിടെ നമ്മൾ ആ മാഷ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ കാര്യം പറയുക. പേര് വിളിച്ചും ആ അഭിസംബോധന അങ്ങനെ ചെയ്ത് തന്നെയാണ് നമ്മളവിടെ ചെയ്യാറുള്ളത്. അപ്പം നമ്മൾ ആ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ കോയാ കോളിങ്ങിൽ വിളിക്കുന്നതോ അതല്ലെങ്കിൽ നമ്മൾ തെറി പറയാൻ ആരെങ്കിലും വിളിക്കുന്നതോ അതല്ലല്ലോ ഇവിടെ പറയുന്നത്. ഇവിടെ സെയിം പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾ, ഒരു വിഷയത്തിലെ 2 വശം പറയുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക്, ഒരേ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ ഇവർ ഉപയോഗിക്കുന്ന ഭാഷ, അതിന് ഇവർക്ക് വഴിവെക്കുന്ന എന്താണ്? ഈ ആശയപരമായ ഒരു വ്യത്യാസം. അതിൽ ഒരാൾ കൂടിയ മുന്തിയ സാധനമാണ്, മറ്റേ ആൾ എന്തോ കുറഞ്ഞ സാധനമാണ് എന്നുള്ള ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കത് ഇവിടെ കാണാൻ കഴിയാണ്. അപ്പോൾ ഈ ആളുകളാണ് ഇനി ഇവിടെ വന്നിട്ട് ഇവിടെ പറയാം നീ നന്നായിട്ട് ഭാഷ ഉപയോഗിക്കണമെന്ന്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ അളന്ന് മുറിച്ച് എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെ നോക്കിയേ നമ്മൾ കൊടുക്കുള്ളൂ. എവിടെയാണോ ഭാഷ മാന്യമായിട്ട് ഉപയോഗിക്കേണ്ടത് അവർക്ക് നമ്മൾ മാന്യമായ ഭാഷയിലുള്ള ഉത്തരം കൊടുക്കും. എവിടെയാണോ മോശമായ ഭാഷ ഉപയോഗിക്കേണ്ടത് അവിടെ മോശമായിട്ട് ഉപയോഗിക്കും. ഇവിടെ അങ്ങനെ ഇങ്ങനെ സ്റ്റെൻസിൽ വെച്ച് വരച്ച് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ എടുത്തു കൊടുക്കുന്ന, അച്ചപ്പൻ ചുട്ടു കൊടുക്കുന്ന പരിപാടി നമുക്കില്ല. അത് പ്രതീക്ഷിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു വളരെ ഈ സ്റ്റക്കാറ്റോ സാധനങ്ങളാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനം ടൈപ്പ് ചെയ്ത് വല്ല ഇതിനകത്ത് കൊടുക്കുക, മറ്റേ ചാറ്റ് GPT വല്ല ജമനയിലോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ശൈലിയിൽ അത് തരണം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ നിങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വരം വേണം, ഇനി യേശുദാസിൻ്റെ സ്വരത്തിൽ വേണോ അത് വേണമെന്ന് പറഞ്ഞോ, അത് കണ്ടുപിടിക്കാനുള്ള വഴികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നിങ്ങൾ കേൾക്കാം. അതല്ലാതെ ഇവിടെ വന്നിട്ട് ഈ രീതിയിൽ പറയാൻ ഇനി മേലാൽ ഈ വഴിക്ക് ഇറങ്ങിയേക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എല്ലാവർക്കും ബാധിക്കുന്ന കാര്യമാണ്. നമ്മളിവിടെ ഒരു ഏച്ചുകെട്ടൽ, ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമില്ല. ഇപ്പോൾ ലിയാഖത്തിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കാം. വലിയ തോതിൽ താൻ വലിയ മാന്യമായ എന്തോ ഒരു സാധനം ചെയ്യുന്ന ആളാണ്, ഞാൻ തെറിയൊന്നും പറയാറില്ല എന്നൊക്കെ പറഞ്ഞു നടന്ന ആള്, അന്ന് നമ്മൾ ആ കണ്ട സംഭാഷണത്തിൽ ഒരു ചെറിയൊരു ട്രിഗർ വന്നപ്പോൾ ആ ഭാഷ പോയ പോക്ക് നിങ്ങൾ കണ്ടില്ലേ? ഇത്രയുള്ള ആളുകൾ. അപ്പം നമ്മളെന്താ പറയുന്നത്? ഒരു ഏച്ചുകെട്ടലോ അല്ലെങ്കിൽ ഒരു മറ കെട്ടാതെ പറയേണ്ട കാര്യങ്ങൾ പറയണ പോലെ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണോ വേണ്ടത്? അതോ നിങ്ങളിങ്ങനെ ഒരു ഫേക്ക് ഇമേജറി ഉണ്ടാക്കി നിങ്ങളെന്തോ വലിയ സംഭവമാണെന്ന് കാണിച്ചിങ്ങനെ പോയിട്ട് എന്നിട്ട് പിന്നെ എപ്പോഴോ കുരു പൊട്ടുമ്പോൾ കയ്യിൽ നിന്ന് സാധനം പോയിട്ട് ഇതിങ്ങനെ മറ്റേ ഉടുതുണിയില്ലാതെ നടുറോട്ടിൽ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്ന ഒരവസ്ഥ, അതാണോ വേണ്ടത്? എനിക്ക് ഏതായാലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളിതേ പച്ചയായിട്ട് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണോ നമുക്ക് മനസ്സിൽ വരുന്നത് അത് ആ രീതിയിൽ പറയുന്നു. പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പേടിയില്ല. ഇതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. അതാണ് നമ്മളിവിടെ കാണുന്നതും. അതിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്. നമുക്കിങ്ങനെ ഒരു ഫേക്ക് ഇമേജ് സംരക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതല്ല ഈ തരം ആളുകൾക്ക് സംഭവിക്കുന്നത്. ഇവരുടെ വായിലൂടെ വരുന്ന സാധനത്തേക്കാൾ കൂടുതൽ അവർ ആ സാധനം ചിലവാക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത് എന്താണ്? അവരുടെ ഇമേജാണ്. ആ ഇമേജ് വെച്ചുകൊണ്ട് പറയുന്ന സാധനങ്ങളെ സെല് ചെയ്യാൻ നോക്കുക. ഇതിനെ പറയുക എന്താണ്? ഇതൊരു ഹാലോ ഇഫക്റ്റിൽ സാധനങ്ങൾ ചിലവാക്കാൻ നോക്കുന്ന ഒരു സാധനമാണ്. അത് മനുഷ്യന്മാർക്കുള്ളൊരു പ്രശ്നമാണ്. ഈ ഒരു കോഗ്നേറ്റീവ് ബയസിൻ്റെ ഭാഗമായിട്ടുള്ള സാധനമാണ് ഈ ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്ന സാധനം. അതുണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ വരുന്ന സാധനമൊക്കെ പിന്നെ ആളുകൾ ആക്സെപ്റ്റ് ചെയ്തോളും എന്ന് പറയുന്ന ഒരു ധാരണ അതവിടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്തും എടുക്കും. ഇതാണ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ചില വാട്സപ്പ് ഫോർവേഡ് മെസ്സേജസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ കാണും, അതിൻ്റെ ആദ്യത്തെ വരി ഇങ്ങനെയായിരിക്കും:
ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡോക്ടർ ഇതാ നിങ്ങളോട് തുറന്ന് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വരി, എന്നിട്ട് പിന്നെ താഴെ കുറേ മണ്ടത്തരം. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ജോൺ ഹോപ്കിൻസിലെ ആളാണല്ലേ, എന്നാൽ പിന്നെ ഇതൊക്കെ ശരിയായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ ആ ജോൺ ഹോപ്കിൻസ് എന്നവിടെ എഴുതിയതോടുകൂടി താഴെ എഴുതിയിരിക്കുന്ന മണ്ടത്തരമൊക്കെ ഈ ജോൺ ഹോപ്കിൻസിൻ്റെ ആ ഒരു ഹാലോയിൽ പെട്ടിട്ട് അതെല്ലാം സത്യമാണ്, അതൊക്കെ ശരിയാണെന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ നമ്മളുടെ IPS നമ്മളുടെ അലക്സാണ്ടർ ജേക്കബ് സ്ഥിരമായിട്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ചങ്ങാതിയെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വൃത്താകൃതിയിലൊരു സാധനം ഉണ്ടായിരുന്നു, അതിൻ്റെ തെക്ക് ഭാഗത്തിരിക്കുന്ന ആളുകൾക്കെല്ലാം പരീക്ഷയിൽ വലിയ മാർക്ക് കിട്ടി, അങ്ങനെ ഞാൻ അവിടെ നോക്കി 1 വർഷത്തിന് ശേഷം നോക്കിയപ്പോൾ വടക്ക് ഭാഗത്തിരുന്ന ആളുകളെല്ലാം തന്നെ തോറ്റ് തൊപ്പയിട്ടു. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ എന്താണ് കാണുന്നത്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എന്ന് കേൾക്കുമ്പോൾ ഓഹോ അങ്ങനെയാണല്ലേ എന്ന് നിങ്ങൾ അതാണ് പണ്ട് മറ്റൊരു +2 പയ്യൻ പൊളിച്ചു കൊടുത്തത്. മൂപ്പന് നേരെ ഇമെയിൽ അയച്ചു, ഇങ്ങനൊരു വൃത്താകൃതിയിലുള്ളൊരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എവിടെ എന്ത് വൃത്താകൃതി, ഇനി വൃത്താകൃതിയിലുണ്ടെങ്കിൽ അതിന് വടക്കും കിഴക്കൊക്കെ നോക്കുന്നത് അത് വേറെ തമാശ, പോട്ടെ. എന്തായാലും ഇതാണ് സംഭവിക്കുക. അപ്പോൾ ഇങ്ങനൊരു ഹാലോ ഇഫക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പറയുന്ന സാധനം സെല് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ അൺസബ്സ്ക്രൈബ് ചെയ്ത് പൊക്കോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല നമ്മളൊരു കാര്യം. നമ്മൾ പറയുന്നതിൽ ശരിയുണ്ടെന്നോ നമ്മൾ പറയുന്നത് എടുക്കാവുന്നതാണെന്നോ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. അതെടുക്കാൻ കൊള്ളില്ല, ഈ പറയുന്ന സാധനത്തിലൊക്കെ മൊത്തം പെശകാണ്, മൊത്തം നുണയാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അതല്ലേ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഭാഗത്തുണ്ട്. അത് ഞാൻ പറയേണ്ട ആവശ്യം പോലുമില്ല, അത് നിങ്ങൾ ചെയ്യില്ല. ഇപ്പം നമ്മളെല്ലാം എന്തോരം ചാനലുകൾ കാണുന്നു, എന്തോരം പരിപാടികൾ കാണുന്നു, എല്ലാം കയറി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് തോന്നും ഇതിലെന്തോ കാര്യമുണ്ട്, ഒന്നുകൂടി കേട്ട് നോക്കാം എന്ന് തോന്നുമ്പോഴേ നിങ്ങളത് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഈ പറയുന്ന ശൈലിയും ഈ പറയുന്ന ഭാഷയും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ ഏച്ചുകെട്ടലും ഈ കെട്ടുകാഴ്ചയൊക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ മറവിൽ പല സാധനങ്ങൾ പുറത്തേക്ക് വിടുന്നു. അത് യുക്തിവാദികളുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് മിക്കവാറും ഈ വോക്ക് ആയിട്ടുള്ള സാധനങ്ങളാണ് പുറത്തേക്ക് വരിക. ഈ പറയുന്ന വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അവരുടെ ആ സാധനത്തിൽ കൂടെ അവരുടെ ആശയം കടത്തിവിടാനാണ് നോക്കുക. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന സാധനമാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഈ തരം ഒരു മുഖമൂടി, കപട മുഖമൂടി വെച്ചുകൊണ്ട് ഒരു കാപട്യത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് അവരുടെ മണ്ടത്തരങ്ങളും അവരുടെ വോക്ക് തരങ്ങളൊക്കെ സെല്ല് ചെയ്യാൻ നോക്കുന്ന പരിപാടി അതിവിടെ കാണുകയാണ്. അപ്പോൾ ഇനി മേലാൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് നിന്നുകൊണ്ട് ഉപദേശമായിട്ട് വരണ്ട. നിങ്ങൾ മാന്യമായിട്ട് പറഞ്ഞാൽ മാന്യമായിട്ട് പറയാം, അതിനൊക്കെ എത്രയോ തെളിവുകൾ ഇവിടെ ഉണ്ട്. പിന്നെ പച്ചത്തെറി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ ചെല്ലും. അതിന് നമ്മൾ മറുപടി കൊടുക്കാറില്ല. പക്ഷേ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സാധനം ഉണ്ടല്ലോ, അതിനൊക്കെ ചിലപ്പോൾ നല്ല മറുപടി കിട്ടിയെന്ന് വരും. കാരണം അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അല്ലാതെ പച്ചത്തെറിയിലേക്ക് പോയാൽ അത് വലിയ പാടാണ്. അത് പിന്നെ നമ്മൾ ഒന്നുകിൽ കട്ട് ചെയ്യും അല്ലെങ്കിൽ സലാത്തി അല്ലേ അവിടെ ഇരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഊഹിച്ചിട്ടും ഇത് നിങ്ങളൊന്ന് ഓർത്തിട്ടും നിങ്ങൾ വിളിക്കുക, സംസാരിക്കുക, ഉപദേശിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ രീതി ഇങ്ങനെയാണ്. ഓക്കെ, ഇനി അത് അവിടെ നിൽക്കണം. ഇനി ഇതിൽ രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സാധനത്തിലെ ശരികേടും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഒരു വശത്ത് നിൽക്കുന്ന ആൾ ഒരു സുന്നി ആളാണ്, ഇപ്പുറത്ത് നിൽക്കുന്നത് മുജാഹിദ് ആളാണ്. അപ്പോൾ ഇതിൽ ഇവർ പറയുന്ന കാര്യം ആശയപരമായിട്ട് ഉള്ളതിൻ്റെ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുന്നേ എന്തുകൊണ്ട് ഞാൻ മതം വിട്ടു, പേര് എനിക്ക് യേശു ക്രിസ്തു അല്ലല്ലോ, എന്താണ് AP അബൂബക്കർ ഇട്ടതുകൊണ്ടാണോ ഞാൻ മതം വിട്ടത്, ഇങ്ങനെ പറഞ്ഞാണ് ആൾ തടി തപ്പുന്നത്. ഇത് തടി തപ്പാണ്. ഇവിടെ ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ഇവിടെ ആ സക്കാഫി പറഞ്ഞത് തന്നെയാണ് ശരി. സക്കാഫി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കയ്യടി തരികയാണ്. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഇവിടെ മതം ഉപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിയെ നിങ്ങൾ എടുക്കുക, എന്നിട്ട് അവർ പോയ ആ ഒരു വഴി നിങ്ങൾ അന്വേഷിക്കുക. ഇവിടെ ഓരോ മുസ്ലിമും ഇപ്പം നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ആളുകൾ ആരെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരൊരു സുന്നി കുടുംബത്തിലേക്ക് ജനിച്ചു വീഴാനുള്ള സാധ്യതയാണ് കൂടുതലും. മിക്കവാറും ആളുകൾ അങ്ങനെ തന്നെ. ഞാനൊക്കെ ജനിച്ചു വീണത് ഒരു സുന്നി കുടുംബത്തിൽ തന്നെയാണ്. കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന, ലീഗിന് വോട്ട് പിന്നെ കോഴിക്കോട് എത്തിയപ്പോഴാണ് ചെയ്തത്. അതുവരെയൊക്കെ എല്ലാവരും കോൺഗ്രസ്സിനാണ് വോട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ തെക്കന്മാരായിരുന്നല്ലോ. തൃശ്ശൂർ എവിടെയാണ് ലീഗുള്ളത്? ലീഗൊക്കെ കോഴിക്കോട് വന്നപ്പോഴല്ലേ ഉണ്ടായിട്ടുള്ളത്. അതുവരെയൊന്നും ഈ ചങ്ങന്മാരുണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ സുന്നി കുടുംബത്തിൽ വന്ന് വാപ്പ അവിടെ ജോലി ചെയ്തിരുന്നത് ഈ പറയുന്ന മർക്കസിൽ. അപ്പോൾ ഇവിടെ ഒരു തെറ്റ് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവിടെ പഠിക്കുമ്പോഴല്ല, ഞാൻ പഠിച്ചത് വേറെ ഒരു മുജാഹിദ് സ്കൂളിൽ തന്നെയാണ്. അവിടുത്തെ മദ്രസയിലാണ് പഠിച്ചത്. അതിൻ്റെ കഥയൊക്കെ നിങ്ങൾ കുറേ കേട്ടിട്ടുള്ളതായിരിക്കും. 2 മദ്രസയിൽ പഠിച്ചു എന്ന് കേട്ടാണ്. അപ്പോൾ അത് അവിടെ വേറെ ഉണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് അത് തെറ്റാണ്. ഇവിടെ ഇപ്പോൾ എന്താണ് നമ്മളുടെ വൈശാഖൻ തമ്പി എന്തോ നുണ പറഞ്ഞു, തെറ്റ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നടക്കണ്ടല്ലോ. ഇവിടെ ബാലുശ്ശേരി പറഞ്ഞ തെറ്റാണ്. ഞാൻ മർക്കസിൽ പഠിച്ചിട്ടില്ല. അപ്പോൾ മർക്കസിൽ പഠിക്കാതെ ഞാൻ മർക്കസിൽ പഠിച്ചു എന്ന് പറയുന്നു. AP അബൂബക്കർ മുസ്ലിയാറിൻ്റെ വലിയ മുരീദായിരുന്നു എൻ്റെ ബാപ്പ എന്ന് പറയുന്നു. രണ്ടും തെറ്റാണ്. അങ്ങനെയല്ല. അതായത് AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയിരുന്ന സ്കൂള്, അവിടുത്തെ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ, അന്നത് ഹയർ സെക്കൻഡറി അല്ല, അന്ന് ഹൈസ്കൂളാണ്. ആ ഹൈസ്കൂളിൻ്റെ
ആദ്യത്തെ, അതായത് ആ സ്കൂൾ തുടങ്ങുന്നത് 84 സ്കൂൾ തുടങ്ങുന്നത്. ആ തുടങ്ങുന്ന സമയത്തുള്ള മാഷാണ് എൻ്റെ വാപ്പ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടുത്തെ ആദ്യത്തെ 2 മാഷന്മാരിൽ ഒരാൾ എൻ്റെ വാപ്പയായിരുന്നു. അങ്ങനെ ആ തുടങ്ങുന്ന സ്കൂൾ തുടങ്ങുമ്പോൾ ആ സ്കൂളിനോടൊപ്പം തുടങ്ങിയതാണ് വാപ്പയുടെ എഡ്യൂക്കേഷൻ, ഈ ഒരു മാഷ് എന്ന് പറയുന്ന ഒരു കാരിയർ. പിന്നീട് അവിടുത്തെ ഹെഡ് മാഷൊക്കെ ആയിട്ടാണ് അവിടുന്ന് രാജിവെച്ച് പോരുകയാണ് ഉണ്ടായത്. രാജിവെക്കാനുള്ള കാര്യമൊക്കെ വേറെ, അതൊന്നും നമ്മളിപ്പോൾ ഇവിടെ പറയുന്നതിൽ പ്രസക്തിയൊന്നുമില്ല, അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ മുരീതൊന്നും അല്ലാന്ന്. AP അബൂബക്കർ മുസ്ലിയാരുടെ മുടി കച്ചവടവും അതുപോലെയുള്ള മറ്റു പല സാധനങ്ങൾ, അതിനോടൊക്കെ ഉള്ള വിയോജിപ്പും, പിന്നെ ഈ സ്കൂളിനോട് കാണിക്കുന്ന അവഗണനയും. വാപ്പ ഈ സ്കൂളിൽ ജോലി എടുക്കുമ്പോൾ ആ സ്കൂൾ എങ്ങനെ ഏറ്റവും മികച്ചതാക്കണം, ഈ പറഞ്ഞ പ്രശ്നം, നമ്മൾ ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്ന പ്രശ്നം, അത് ഈ പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്ന് പറയുന്നത് ശരിയാണ്. കാരണം വാപ്പാക്ക് ഈ സൂക്കേടുണ്ടായിരുന്നു. കാരണം വാപ്പ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഈ സ്കൂൾ എന്ന് പറയുന്ന ഒരു സർക്കാർ എയ്ഡഡ് സ്കൂളാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മർക്കസാണ്. അപ്പോൾ മർക്കസ് ഈ സ്കൂളിനെ അവഗണിക്കുന്നു. ഈ പറയുന്ന സ്കൂളിലേക്ക് ആവശ്യമായ സാധനങ്ങളില്ല, ഗ്രൗണ്ടിൽ ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല, കുട്ടികൾക്ക് വേണ്ട വാഷ്റൂം സൗകര്യങ്ങളില്ല, ടോയ്ലറ്റ്സ് ഇല്ല, ക്ലാസ് മുറികളിൽ സൗകര്യങ്ങൾ വേണ്ടതിന് അനുസരിച്ചിട്ടുള്ളതില്ല. അങ്ങനെ പല പല വിഷയങ്ങൾ കാണും. ഇത് നിരന്തരം ഒരു ഹെഡ് മാഷ് എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിനോട് അവഗണന കാണിക്കുകയാണ്. അങ്ങനെ കാണിക്കുന്ന സമയത്ത് വാപ്പ തന്നെ പോയിട്ട്, അന്ന് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന കമ്പ്യൂട്ടറും സംഭവമൊക്കെ വരുന്നതിന് കാലങ്ങൾക്ക് മുന്നേ, ഇത്ര പ്രചാരത്തിലാവുന്നതിന് മുന്നേ, ഇന്നിപ്പോൾ നമുക്ക് ഒരു 3D ഒരു സാധനം ഉണ്ടാക്കുന്ന ഒരു ഫോട്ടോ അടിച്ചു കൊടുത്തത് ഇതൊന്ന് റീഡിസൈൻ 3D എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ChatGPT തരും, അല്ലെങ്കിൽ ജെമിനി തരും. പക്ഷേ അന്ന് അങ്ങനെയില്ല. അന്ന് ഇതിനൊക്കെ വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് ഇറക്കി, അത് അന്നത്തെ 5-6 ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി, കടബാധ്യത വന്ന് വാപ്പയും കൂടി അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വേറെ കഥയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, സ്കൂളിനോട് കാണിച്ച അവഗണന അതിൽ മനംനൊന്ത് തന്നെയാണ്. അവസാനം ഇതിലൊക്കെ വെറുതെ കയ്യിൽ നിന്ന് കുറേ കാശും കളഞ്ഞ്, എന്നിട്ട് പിന്നെ അവിടുന്ന് മനസ്സും എടുത്തിട്ട് അവിടുന്ന് രാജിവെച്ച് പോരുക ചെയ്തത്. എന്നുവെച്ചാൽ പണി നിർത്തി പോകുന്നു. ഇത് ഇനി നിങ്ങളെന്താ വെച്ചാൽ അങ്ങോട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. കാരണം അസുഖബാധിത ആയി മാറുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി, കാരണം ഈ ഒരു പ്രഷറൊക്കെ കാരണം തന്നെ. അപ്പോൾ അങ്ങനെയാണ് അവിടുന്ന് പോകുന്നത്. അപ്പോൾ അത്ര വലിയ മുരീതൊന്നുമല്ല ഈ പറയുന്ന ഈ ഉസ്താദുമാർ അവിടെ ആ സ്ഥാപനത്തോട് കാണിച്ചിട്ടുള്ള അവഗണന അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെ ഉൾക്കൊണ്ട് അതിനോട് പോരാടി അത് അവസാനം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നതിനുള്ള പരിമിതി കാരണം അവിടുന്ന് വിട്ടുപോരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് ചെയ്തത്. പറ്റുന്ന പണിക്ക് നിൽക്കുക, ചെയ്യുന്ന പണി വൃത്തിയായിട്ട് ചെയ്യുക, സമ്മതിച്ചില്ല അതിന് രാജിവെച്ച് പോരുക. ഇതാണ് പുള്ളിയുടെ പരിപാടി. അത് വളരെ കൃത്യമായിട്ട് ചെയ്തു. ഇത് തന്നെയാണ് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു പാരമ്പര്യ രോഗമാണെന്ന്. അതാണ് അവിടുത്തെ കാര്യം. അങ്ങനെ ചെയ്തു. അപ്പോൾ മുരീദല്ല. ഇനി പേരിട്ടത്, അത് വാപ്പ അവിടെ ആദ്യത്തെ മാഷായിട്ട് ജോലി ചെയ്തതിന് ശേഷമാണ് കല്യാണം നടക്കുന്നതും പിന്നെ ഞാൻ ജനിക്കുന്നത്. ജനിച്ച വിവരം പോയി പറഞ്ഞപ്പോൾ മകനുണ്ടായി എന്ന് പറഞ്ഞു അവിടെ ചെന്ന് വിവരം അറിയിക്കുമ്പോൾ, സ്വാഭാവികമായിട്ടും തൊഴിലിടമാണല്ലോ, അവിടെ ഇത് അറിയിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് എന്തോ ചീരണി കൊണ്ടു കൊടുക്കുമല്ലോ, അങ്ങനെയൊക്കെ കൊണ്ടു കൊടുക്കുന്ന സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ചെന്ന് പേരെന്താ ഇട്ടതെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു, ഹുസൈൻ എന്നാണ് പേരിട്ടത്. ഓ അങ്ങനെയാണല്ലേ, എന്നാൽ ആരിഫ് എന്നും കൂടി ഇടൂ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ പറയുന്ന ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന പേര് വരുന്നത്. അപ്പോൾ ഞാനവിടെ പഠിക്കുമ്പോഴല്ല. അപ്പോൾ അതും ഒരു തെറ്റ്. അപ്പോൾ വൈശാഖൻ തമ്പി ഒരു തെറ്റ് പറഞ്ഞു, മുജാഹിദ് ബാലുശ്ശേരി 2 തെറ്റ് പറഞ്ഞു. അപ്പോൾ 2-2. അപ്പോൾ കണക്കൊക്കെ ഓക്കെയാണല്ലോ. അപ്പം ഇതുപോലുള്ള തെറ്റുകൾ ഒക്കെ ഓരോ ആളുകൾക്കും പറ്റും. നിങ്ങൾ ഏതൊക്കെ മേഖലയിലുണ്ടോ ഈ പറയുന്ന അബദ്ധങ്ങൾ എന്നുള്ള നിലയ്ക്ക് വാക്കിൽ നിന്നും വരുന്ന കാര്യങ്ങളൊക്കെ എടുത്ത്, പണ്ട് ഞാനിങ്ങനെ റെവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ വിഷയമാക്കിയിട്ട് ഇവിടെ നടന്നിരുന്നു. എന്തൊക്കെയാണെന്നില്ല ഈ പറയുന്ന സാധനം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഇല്ലേ, ഇതാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഇനി അങ്ങനെയൊക്കെ ഒരു തെറ്റുണ്ടെങ്കിൽ തന്നെ ഇസ്ലാം ഇവിടെ ശാസ്ത്രീയമാകാൻ പോകുന്നില്ല, അത് വേറെ വിഷയം, പോട്ടെ. ഏതായാലും ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനിയാണ് ഇതിലെ മൂന്നാമത്തെ വശം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഞാൻ എങ്ങനെയാണ് മതം വിട്ടേന്നുള്ളത്. ഞാൻ പറഞ്ഞു, സക്കാഫി പറഞ്ഞതാണ് ശരി. ഏതൊരു മുസ്ലിമിനെ നിങ്ങളെടുത്ത് വെച്ച് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവൻ ജനിച്ചു വീഴുന്നൊരു സുന്നി കുടുംബത്തിലാണ് എന്നുണ്ടെങ്കിൽ, അവൻ മതം വിടുന്നതിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരു തവണയെങ്കിലും അവൻ ഈ പറയുന്ന മുജാഹിദ് ആശയത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറയാം. അപ്പോൾ എൻ്റെ ഒരു ജീവിതം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുന്നത് ഈ EK സുന്നി എന്നാണ്. EK സുന്നിയിൽ നിന്നും AP സുന്നിയിലൂടെ ഒരു ലേശം ഒന്ന് കടന്ന്, വാപ്പ മർക്കസിലായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിൻ്റെ കുറച്ച് ലാഞ്ചനയൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളുടെ തറവാട് തൃശ്ശൂരൊക്കെ ഉള്ളത് അതൊക്കെ EK സുന്നി തന്നെയായിരുന്നു. പക്ഷേ EK സുന്നി AP സുന്നി അവിടെ അടിയായിരുന്നു. അവിടെ വലിയ കത്തിക്കുത്തും പരിപാടിയൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് അതൊക്കെ വലിയ സംഭവം തന്നെയായിരുന്നു. അങ്ങനെയൊക്കെ നടന്ന് അതൊക്കെ കഴിഞ്ഞ് പെരുന്നാളിന് അവർ മറ്റേ മാസം ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കലാപരിപാടികളാണ് ഈ വാളും പരിചയമൊക്കെ. അതൊക്കെ സ്ഥിരം പരിപാടിയായിരുന്നു. നമ്മളതൊക്കെ ബദറാണെന്നാണ് നമ്മളൊക്കെ അന്ന് വിചാരിച്ചിരുന്നത്. എന്തോ ഇന്നൊക്കെ ആലോചിക്കുമ്പോൾ തമാശയായിട്ട് തോന്നും. അങ്ങനെ അതിൻ്റെ വഴിക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവരൊരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്തോ സമയം നിശ്ചയിച്ച് ഇത്ര വർഷം അവർ ഭരിക്കും, ഇപ്പുറത്ത് അത് കഴിയുമ്പോൾ അവർ ഭരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു രീതി. അപ്പോൾ AP EK സുന്നിയിലൂടെയാണ് നമ്മൾ ജനിച്ച് വളരുന്നതും മുന്നോട്ട് പോകുന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പഠിക്കുന്നത്
ജമാഅത്ത് ഇസ്ലാമിയുടെ മദ്രസയിൽ ഒരു കുറച്ച് സമയം, പിന്നെ അതുകൂടാതെ സുന്നി മദ്രസയിൽ പഠിക്കുന്നു. അതും കഴിഞ്ഞ് മെയിനായിട്ട് നമ്മൾ പഠിച്ചത് മുഴുവൻ KNM-ൻ്റെ മദ്രസയിലാണ്, എന്ന് വെച്ചാൽ മുജാഹിദ് മദ്രസയിലാണ്. അപ്പോൾ ഈ മുജാഹിദ് മദ്രസയിൽ നമ്മൾ പോകുമ്പോൾ അതിലൂടെ പോയി പിന്നീട് നമ്മൾ ഈ സലഫി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂടെ നിന്ന് സലഫി പള്ളികൾ തപ്പി നടന്ന്, സലഫി വെള്ളിയാഴ്ച ജുമാ മാത്രം തപ്പി നടന്ന് അതിൽ പോയി തലവെച്ച് അങ്ങനെ ആ പ്രസംഗങ്ങൾ കേട്ട് ഈ തീവ്രമായ ഇസ്ലാം തലയിലൂടെ കയറി ഇറങ്ങി അതിലെ മണ്ടത്തരങ്ങൾ പറയുന്നത്, കൂടുതൽ തീവ്രമായ സാധനങ്ങൾ പറയുന്നത് കേട്ട് ഓണം ആഘോഷിക്കരുത്, ക്രിസ്മസ് ആഘോഷിക്കരുത് എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ നമുക്ക് തോന്നി ഇതെന്തോ കുഴപ്പമുണ്ട്. അങ്ങനെ ഒരു ലെവലിലേക്ക് വരുന്നു. പിന്നീട് തീവ്രവാദത്തിലേക്ക് വരുമ്പോൾ അതിന് വെളുപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പുറത്ത് കേൾക്കുന്നു. എന്താ ഇപ്പോൾ ISIS ആണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുമ്പോൾ അത് തമ്മിൽ ചർച്ച നടക്കുന്ന സമയത്ത് അവിടെയുള്ള ഈ സലഫികളായിട്ടുള്ള ആളുകൾ അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് ഉത്തരം മുട്ടുന്നതൊക്കെ കാണുന്നു. നമ്മളൊരു ആസ് എ സ്പെക്ടേറ്റർ അത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നണേ ഇതിപ്പോൾ അവർ പറഞ്ഞ് ചോദിച്ചാൽ ഇപ്പോൾ എന്തൊരു കഴമ്പുള്ള പോലെയാണല്ലോ ഇപ്പോൾ ഇവർ ഉത്തരം കൊടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുക എന്ന് വരികയാണ്. കാരണം അവർ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ, ISIS ചെയ്തതിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയൂ സുഹൃത്തെ എന്ന് ഈ പറയുന്ന യുക്തിവാദിയായിട്ടുള്ള ആൾ ചോദിക്കുകയാണ്. നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, നമ്മൾ കളി കാണുകയാണ്. അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ഈ സലഫി ആയിട്ടുള്ള ആൾ വളരെ ഘോരഘോരം പ്രഭാഷണവും മെഴുകലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. യുദ്ധം അവിടെ പൊരിഞ്ഞ യുദ്ധമാണ്. ഒരു ടെലഗ്രാം ഗ്രൂപ്പാണ്, യാഹൂന്നോ അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ പേര്. അങ്ങനെ കുറേ ഗ്രൂപ്പുകളുണ്ടായിരുന്നു പണ്ട്. അതിനകത്ത് നമ്മൾ കാണുന്ന ചർച്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇപ്പുറത്ത് ഇയാൾ കടന്നിട്ട് ഓരോന്ന് പറയുമ്പോൾ ഇതന്നെയല്ലേ ഞാനും പറഞ്ഞത്, ഇതന്നെയല്ലേ ISIS പറയുന്നത്, ഇതന്നെയല്ലേ താലിബാൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇയാൾ ഉത്തരം മുട്ടുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എന്തായി, ഈ സലഫികൾ പഠിപ്പിക്കുന്ന സാധനങ്ങൾ, മലയാളത്തിൽ പഠിപ്പിക്കുന്ന സാധനങ്ങൾ ഇത് തന്നെയാണ് ഈ ISIS പറയുന്നത് എന്ന് വരുന്നിടത്ത് നമുക്ക് മനസ്സിലാവാണ് ഈ ISISലേക്കുള്ളൊരു ഇടത്താവളം മാത്രമാണ് ഈ KNM-ലൂടെ ഈ സലഫിസത്തിലൂടെ ഉണ്ടാകുന്നത്, ഈ സലഫി ദഅവ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന സാധനം എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പിന്നെ കൂടുതൽ അത് പഠിക്കുമ്പോൾ കാര്യം മനസ്സിലാവാണ് ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അങ്ങനെയാണ് നമ്മൾ ഈ മതവിമർശനത്തിലേക്ക് വരുന്നതും അങ്ങനെയാണ് ഈ സാധനം കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരെന്ന് മനസ്സിലാക്കി അതിനെയും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. സത്യത്തിൽ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, ഇവിടെ ഈ സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ ഇവിടുത്തെ ഈ സമസ്ത വിഭാഗം, ഇവിടുത്തെ APEK സുന്നികളാണ് ഇവിടുത്തെ ഭൂരിപക്ഷം എന്നും അവരാണ് ഇവിടെ കാര്യങ്ങൾ അവരാണ് ഇവിടെ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇസ്ലാമിനെ വിമർശിക്കേണ്ട ഒരു അവസ്ഥ പോലും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതാണ് ഞാൻ പറയാം. സക്കാഫി ഇവിടെ പറഞ്ഞ കാര്യം കറക്റ്റാണെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് വിയോജിപ്പുകളുണ്ട്, ഇസ്ലാമിലെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം, ഒക്കെ പറയേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പറയേണ്ട അവസ്ഥ ഉണ്ടാക്കിയത് ആരാണ്? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ എല്ലാ കാര്യത്തിലും ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ റൂട്ട് കോസ്? ഈ ഇസ്ലാമിനെ വിമർശിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇവിടെ ഉണ്ടാക്കിയത് ആരാണ്? ഈ മതരാഷ്ട്രവാദം, ഈ തീവ്രവാദം, ഈ രണ്ട് സാധനമാണ്. ഈ മതരാഷ്ട്രവാദം ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മതരാഷ്ട്രത്തെ അല്ലെങ്കിൽ ആ ഒരു ആശയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന മതത്തെ നമ്മൾ പൊളിച്ചു കാണിക്കേണ്ട കാര്യം വരുന്നുണ്ടോ? ഈ തീവ്രവാദം എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല, ഈ ISIS റിക്രൂട്ട്മെൻറ്റ്സ് ഇവിടെ ഇല്ല, അതിനുള്ള ഒരു ഓശാന പാടുന്ന ഒരു പ്രവണത ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ തീവ്രവാദ ആശയത്തെക്കുറിച്ച് നമ്മളിവിടെ പറയേണ്ട ഒരു ഗതികേട് ഇവിടെ വരുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ LTTE കുറിച്ച് നമ്മളിവിടെ അധികം പറയാത്തത്? എന്തുകൊണ്ടാണ് ഈ മാവോയിസ്റ്റ് ആശയത്തെക്കുറിച്ച് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ വീഡിയോ ചെയ്ത് ഇങ്ങനെ ഒരു മാവോയിസ്റ്റ് ആശയത്തെ ഒരു എക്സ് മാവോയിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആരെങ്കിലും ഒരു ചാനൽ റൺ ചെയ്ത് ഇവിടെ വിജയിക്കുമോ? ഇല്ല. XKKK എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഇട്ടു എന്ന് വിചാരിക്കുക, ക്ലാൻ ക്ലക്സ് ക്ലുക്ക് എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതിട്ടിട്ട് നിങ്ങളൊരു ചാനൽ ഇവിടെ ഇട്ടു എന്ന് വിചാരിക്കുക, നിങ്ങൾ വിജയിക്കുമോ? ഹിന്ദു RSS എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ചാനൽ ഇവിടെ ഇടുകയാണെന്ന് വിചാരിക്കുക, അത് വിജയിക്കുമോ? ഇല്ല. കാരണം എന്താണ്? അതിനെ എംപത്തൈസ് ചെയ്യുന്ന ആളുകളില്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളില്ല, അതിനെ പ്രചരിപ്പിക്കുന്ന ആളുകളില്ല. പിന്നെ എങ്ങനെയത് വിജയിക്കുക? ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ആളുണ്ടാകുമ്പോഴാണ് സത്യത്തിൽ ഈ സാധനം വളരുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഇതിൽ അറിയാതെ വന്ന് തലവെക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഞാൻ അവരുടെ പല ആളുകളും നമ്മളെ വിളിച്ച് സംസാരിച്ച് തേഞ്ഞു പോകുമ്പോൾ ഞാൻ അവരോട് പറയും, സംഗതി നിങ്ങൾ തേഞ്ഞു പോയി, പക്ഷെ ഞാൻ നിങ്ങളുടെ വീഡിയോ ഇവിടെ പബ്ലിഷ് ചെയ്യില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അത് മുക്കിയിട്ടുണ്ട് ചില വീഡിയോ. അത് ആരുടെയെന്നറിയോ? അത് ഈ മുസ്തഫ മൗലവിയുടെ ടീമാണ്, നമ്മളുടെ ഈ ഖുർആനിസ്റ്റ് ടീം. ഞാൻ അവരോട് ആവുന്നത് പറയും, നിങ്ങൾ നമ്മളെ വിളിച്ച് നിങ്ങളുടെ സമയം എൻ്റെ സമയം കളയല്ലേ. കാരണം നമ്മൾ തമ്മിൽ ഒരു തർക്കത്തിൻ്റെ കാര്യമില്ല. കാരണം നിങ്ങൾ നമ്മളോട് പറയണത് എന്താണ്? ഇപ്പോൾ കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം 9:5 അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ നമ്മളുടെ ബാക്കിയുള്ള മുസ്ലിങ്ങൾ എന്താ പറയുന്നത്? അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നൊരു കൂട്ടം ആളുകളോട്, അവരോട് നമുക്ക് സാധാരണമാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തെ, നിങ്ങൾ പോയി നോക്കൂ എന്ന് പറയും. അത് മിക്കവാറും ഈ APEK സുന്നിക്കാരാണ്. അവർ പോയി നോക്കുന്നു, ഓഹോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്നാൽ പിന്നെ നമ്മൾ മതം വിടുന്നു എന്ന് പറഞ്ഞ് മതം വിടുന്നവരാണ് APEK സുന്നിക്കാർ. എന്നാൽ ഇപ്പുറത്തുള്ള ടീം എങ്ങനെയാണ്? ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരും ഈ മുജാഹിദ് ടീം എങ്ങനെയാണ്? 9:5 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അത് ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത് എന്ന് പറയും. എന്നുവെച്ചാൽ അവരതിനെ നിഷേധിക്കില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് സന്ദർഭത്തിൽ പറഞ്ഞതാണെന്ന് പറയും. അപ്പോൾ പിന്നെ എന്താ സന്ദർഭം എന്നൊക്കെ ചോദിച്ച് പോയി അവസാനം അവരെന്താക്കും? ഓ, സന്ദർഭം ഒരു പ്രശ്നമാണല്ലേ. അപ്പോൾ ഖുർആൻ സന്ദർഭബന്ധിതമാണ് എന്ന് പറയുമ്പോൾ ദർ ഇസ് എ ടൈം ലിമിറ്റ്.
അപ്പോൾ സന്ദർഭം എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ ടൈം, ഒരു എലമെൻ്റാണ് ആ സാധനം. അപ്പോൾ ഇസ്ലാം ടൈംലെസ് ആണെന്നൊരു വശത്ത് പറയും, എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് സന്ദർഭാധിഷ്ഠിതമായിട്ടേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ആ സന്ദർഭം ഇനി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് വാട്ട്? അപ്പോൾ പിന്നെ ഒരു കാലം കഴിഞ്ഞാൽ ഇത് ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത സാധനമാണ് എന്നുണ്ടെങ്കിൽ അതെന്തിനാണ് ഖുർആനിൽ എഴുതി വെക്കുന്നത്? അതെന്തിനാ പിന്നെ അത് ടൈംലെസ് ആണെന്ന് പറയുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആ ലോജിക്ക് ക്ലിക്ക് ആവുന്നതും വർക്കാവുന്നതും ഈ സലഫികളിലാണ്. അങ്ങനെയാണ് അവർ മതം വിടുന്നത്. അപ്പോൾ സുന്നിയെ സംബന്ധിച്ചിടത്തോളം ഈ സാധനം ഇതിലുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞാൽ മതി. അവരില്ല എന്ന് വിശ്വസിച്ച് നടക്കുന്ന ആളുകളാണ്. അവരടുത്തത് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ആകെ ഡിസോണൻസ് ആണ്. കയ്യിൽ നിന്ന് പോയി, അതോടുകൂടി പോവാണ്. സലഫി ജമാഅത്ത് ഇസ്ലാമി ടീമിൻ്റെ അടുത്ത് വരുമ്പോഴോ അവർക്ക് ഈ സാധനത്തിൻ്റെ മറ്റു വശങ്ങളിലേക്ക് കിടക്കുമ്പോഴാണ് ഈ കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഇവരുടെ പ്രശ്നം ഇതാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഈ രീതിയിലുള്ള ഡിബേറ്റ്സ്, അത് സെൽഫ് ഡിബേറ്റ്സ് ആയിട്ട് മാറുമ്പോൾ അവിടെയാണ് ഈ കോഗ്നിറ്റീവ് ഡിസണൻസ് വന്നിട്ട് നിങ്ങൾ മതം വിടുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാരണം. അല്ലാതെ എ പി ഉസ്താദ് പേരിട്ട ആളുകൾ പേരിട്ടതുകൊണ്ടാണ് ഞാൻ മതം വിട്ടതെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എ പി ഉസ്താദ് എത്ര പേർക്ക് പേരിട്ടു എന്നും ആ പേരിട്ട ആളുകൾ മുഴുവൻ ഇതേപോലെ മതം വിട്ടോ എന്നും കൂടി നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വരൂ എൻ്റെ പൊന്ന് ബാലുശ്ശേരി. എന്നിട്ടല്ലേ ഈ തരം വാദങ്ങളൊക്കെ വെക്കേണ്ടത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവിടെ കേരളത്തിൽ ഈ പറയുന്ന ബഹുഭൂരിപക്ഷം വരുന്നത് ആളുകൾ ഈ പറയുന്ന സമസ്ത വിഭാഗക്കാരാണെന്നുണ്ടെങ്കിൽ ഈ മതവിമർശനം ഇവിടെ പ്രസക്തമാകില്ലായിരുന്നു എന്നാണ് ഞാൻ പറയുക. എപ്പോഴും അത് തന്നെയാണ് പറയുക. നമ്മളിങ്ങനെ ഒരു എക്സ് മുസ്ലിം എന്ന് പേരിട്ട് നടക്കേണ്ട ഗതികേട് പോലും ഉണ്ടാവില്ല. ഞാൻ ചാനലിട്ടാൽ വിജയിക്ക് പോലും ഇല്ല, ഞാൻ പട്ടിണി കിടന്ന് ചാവും. അതാണ് ഉണ്ടാവുക. ഇതാണ് ഉണ്ടാവുക, ഒരു സംശയം വേണ്ട. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഇവർ പണ്ടും അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കാം. നിങ്ങൾ ഇന്ത്യയുടെ ചരിത്രം നിങ്ങളെടുത്ത് നോക്കുക, ഈ സമസ്തയുടെ ചരിത്രം നിങ്ങളെടുത്ത് നോക്കുക. ഒരു കാലത്ത് അവർ വളരെ വലിയ തോതിൽ പിന്തിരിപ്പന്മാരായി നിന്ന് ഇവിടുത്തെ സ്ത്രീ സമൂഹത്തെ അടിച്ച് അമർത്തുന്നതിലും അതുപോലെ മുസ്ലിം സമുദായത്തെ തന്നെ പിന്നോട്ട് വലിക്കുന്നതിലൊക്കെ പങ്കുവച്ചിട്ടുള്ള കൂട്ടമാണ് ഈ പറയുന്ന സമസ്ത. ഒരു കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ മാളിയേക്കൽ മറിയുമ്മയുടെ കഥ നമ്മൾ പറയും. അന്ന് സലഫികളല്ല അവരെ തടഞ്ഞത്, അന്നത്തെ സമസ്തയാണ്. 1930s അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുന്നത് ഹറാമാണ്, സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നത് മക്രൂഹാണ് എന്നൊക്കെ വരെ പറഞ്ഞു വെച്ചിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന ആളുകൾ. പക്ഷേ ഇന്ന് ഇതേ സമസ്ത തന്നെയല്ലേ സ്കൂള് നടത്തുന്നത്? ഇന്ന് അവർ തന്നെയല്ലേ ഇംഗ്ലീഷ് മീഡിയം മദ്രസയും ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ നടത്തുന്നത്? അതേ മദ്രസയിൽ തന്നെയല്ലേ നമ്മളുടെ മറ്റേ അൻവർ ഹാബേലിനൊക്കെ കൊണ്ടുപോയിട്ട് പടച്ചോനാണ് എല്ലാം ഉണ്ടാക്കിയെന്ന് പറയിപ്പിക്കുന്നത്. അപ്പോൾ അവർ മാറിയോ? മാറി. എങ്ങനെയാണ് അത് മാറിയത്? അവർ മാറാനുള്ള കാരണം എന്താണ്? ബിക്കോസ് അവർ ഇന്ത്യനൈസ്ഡ് മുസ്ലിംസ് ആണ്. എന്ന് വെച്ചാൽ മുസ്ലിങ്ങളാണ്. ഇസ്ലാമിൻ്റെ സാധനങ്ങൾ മുഴുവൻ മൗദൂദി പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ വഹാബ് പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ ഹസനുൽ ബന്ന പറഞ്ഞ പോലെയല്ല അവരെടുക്കുന്നത്. ജിഹാദ് എന്ന് പറയുന്നത് അതൊക്കെ വേറെ സാധനമാണ്. അതൊന്നും നമുക്കില്ലെങ്കിലും ഇവിടെ മര്യാദയ്ക്ക് ജീവിച്ചു. അത്യാവശ്യം നോമ്പും പെരുന്നാളും മൗലൂദും സാധനമൊക്കെ ആയിട്ട് കുത്തിറാത്തീബൊക്കെ ആയിട്ട് അങ്ങ് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ അവർ മാലിബിളാണ്. അവരെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമായിരുന്നു. സമൂഹം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ചില പ്രഷേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, നിയമത്തിൻ്റെ ചില രീതികൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവരെ ആ രീതിയിൽ മോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മളുടെ സമൂഹത്തിന് പറ്റുന്ന രീതിയിൽ, ഉതകുന്ന രീതിയിൽ അവർ സ്വയം മോൾഡ് ചെയ്ത് വന്നിട്ടുള്ള ടീമാണ്. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവർ ഇന്ത്യക്ക് യോജിച്ച കൂട്ടം തന്നെയാണ്, ഒരു സംശയമില്ല. പണ്ട് അവർ ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്. ഇവിടെ ഷൂ നക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറയാറുണ്ട്, സവർക്കർ നക്കി എന്നൊക്കെ പറയും. സവർക്കർ ഷൂ അല്ലേ നക്കിയിട്ടുള്ളൂ. ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ അണ്ടർവെയർ നക്കിയ ടീമാണ് ഇവിടുത്തെ സമസ്ത. പക്ഷേ ഇന്ന് അവർ ദേശസ്നേഹം പറയുന്നു. അത് നമ്മൾ അംഗീകരിക്കണം. അങ്ങനെ വരുമ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് മാറാൻ സാധിക്കുന്നു, അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരോടൊപ്പം കൂടെ നിൽക്കുന്നു. എല്ലാ രീതിയിലും നിങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടമാണ് ഇവിടുത്തെ സംസ്ഥാനം എന്ന് പറഞ്ഞത്. ഇന്നും പക്ഷേ അവരിൽ ചില വളരെ തീവ്രം ഇപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിടുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അതല്ലെങ്കിൽ ഇവിടെ മറ്റു പല കാര്യങ്ങളിലും ഇന്നിപ്പോൾ സംസ്ഥ ഇടപെടുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ പറയണമല്ലോ. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സാധനം വിശ്വാസികളിലേക്ക് എത്രത്തോളം എത്തുന്നു എന്നോടത്താണ് അതിൻ്റെ കാര്യം കിടക്കുന്നത്. സമസ്തയുടെ നേതാക്കളും അതുപോലുള്ള ആളുകളൊക്കെ പറയുന്ന അവസ്ഥ അന്നുമുണ്ട് ഇന്നുമുണ്ട്. പക്ഷേ അതിൽ വിശ്വാസികൾക്ക് അതിനകത്ത് എതിർത്ത് നിൽക്കാനും അതിനോട് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അതിനെ വിയോജിച്ച് തന്നെ നിൽക്കാനുള്ള ആ ഒരു അവസ്ഥയും കൂടി ഇതിനകത്തൊക്കെ കുറേയൊക്കെ നിലനിൽക്കുന്ന ഒരു സംഘടന കൂടിയാണ് ഈ പറയുന്ന സംവിധാനം എന്ന് പറയുന്നത്. കാരണം അവർ കുറേ കൂടി പൊളിറ്റിക്കലാണ് എന്നുള്ളത് തന്നെയാണ്. അതൊരു വശത്ത്. എന്നാൽ ഈ സാധനത്തിലേക്ക് നമ്മളുടെ മുജാഹിദ് ജമാഅത്ത് ടീം വരുമ്പോഴോ അവരെന്താ ചെയ്യുക? അവരിങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം തന്നെ ഇരവാദം ഇറക്കുന്നു. അതിനകത്ത് അവർ തീവ്രവാദത്തിൻ്റെ ആ ഘടകങ്ങൾ കൊണ്ടുവരുന്നു. മതരാഷ്ട്രവാദത്തിലേക്കുള്ള വഴിയായിട്ട് അതിനെ തുറന്നിടുന്നു. അത് കൂടുതൽ ഇതിനെ പോളറൈസിംഗ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുക. അത് കൂടുതൽ വലതുപക്ഷ ശാക്തീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. സമസ്തയുടെ നിലനിൽപ്പ് ഒരിക്കലും ഈ പറയുന്ന, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന അങ്ങനെയാണ്, എൻ്റെ ഒരു ധാരണ അങ്ങനെ തന്നെയാണ്. സമസ്ത ഉയർത്തുന്ന വെല്ലുവിളികളെല്ലാം തന്നെ
അത് നേരിടാനുള്ള വഴികളിവിടെ ഉണ്ടായിരിക്കുക. അത് നേരിട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു വലതുപക്ഷ ശാക്തീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കില്ല. ഇന്ത്യയിൽ ഈ പറയുന്ന വലതുപക്ഷ ശാക്തീകരണം ഇവിടെ ഉണ്ടായത്, RSS ഉണ്ടായത്, അല്ലെങ്കിൽ ഈ ഹിന്ദു മഹാസഭ ഇവിടെ കൂടുതൽ ശക്തി പ്രാപിച്ചതെല്ലാം തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ഈ വഹാബി രൂപത്തിലുള്ള സാധനങ്ങൾ ഇവിടെ കൂടുതൽ വന്നപ്പോഴാണ്. ഇപ്പം നമ്മൾ ഈ മൗലവീനെ കുറിച്ചൊക്കെ പറയും. മൗലവിയൊക്കെ ഇവിടെ വന്നിട്ട് എന്തോ വലിയ മലമറിച്ചു എന്നാണ് ആളുകൾ പറയാറുള്ളത്. മൗലവി ചെയ്തെന്താണ്? ഈ പറയുന്ന സലഫീസാണ് ഇവിടെ കുത്തിയിറക്കിയത്. പുള്ളി ഈ പറയുന്ന ഹസനുൽ ബന്നയുടെ അതിന് മുകളിലുള്ള ആളുടെ വലിയ മുരീദായിരുന്നു. ആ മുരീദിൻ്റെ സാധനമാണ് ഇവിടെ ഈ പറയുന്ന മൗലവി ഇറക്കിയത്. ആ സാധനമാണ് ഇവിടെ പിന്നീട് മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് വഴി വെച്ചതെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഈ പ്യൂരിറ്റാനിസം എന്ന് പറയുന്ന സാധനം, ശുദ്ധീവാദം, ഇസ്ലാമിലെ ശുദ്ധിയായ സാധനങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്ന സാധനം, അപ്പുറത്ത് നമ്മളുടെ ഈ സുന്നികളായിട്ടുള്ള ആളുകൾ, ഈ സലഫികളായിട്ടുള്ള ആളുകൾ, അവർ ഇപ്പോൾ ചന്ദനക്കുടം വെക്കുന്നു, അതല്ലെങ്കിൽ വല്ല ജാറം ഓടുന്നു, അത് അവരുടെ ഒരു പേഴ്സണൽ ഒരു ബിലീഫ്, ഒരു സ്പിരിച്വൽ ഒരു സാധനമായിട്ട് അവരങ്ങ് പോയേനെ. പക്ഷേ ഇതങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രശ്നം. ഇനി ഈ കോണ്ടെക്സ്റ്റ് അല്ല നമ്മൾ കേരളത്തിന് വെളിയിൽ, അത് നമ്മൾ പറയണല്ലോ. കേരളത്തിൽ വെളിയിലുള്ള സമസ്ത എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അവിടെയുള്ള ഈ പറയുന്ന അവിടുത്തെ ഈ ജാറം ഓടുന്ന ടീം, അജ്മീറിലുള്ള ആളുകൾ, അവരൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അതിലെല്ലാം തീവ്രമായ സാധനങ്ങളാണ്. കാരണം ഈ സൂഫിസം എന്ന് പറയുന്ന സാധനത്തെ ഒരു നിരുപദ്രവകരമായ ഒരു സാധനമായിട്ട് നമുക്ക് കാണാനേ പറ്റില്ല. ഹസനുൽ ബന്ന എന്ന് പറയുന്ന നമ്മളുടെ ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെ നേതാവ് തന്നെ ഒരു സൂഫിയായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കുക. അങ്ങനെയും കൂടി അതിനൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ കേരളത്തിലെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ ഈ പറയുന്ന സാധനം, മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ സാധനം പൂർണ്ണമായിട്ടും തെറ്റാണ്. ഞാൻ ഇസ്ലാം വിടാനുണ്ടായ കാരണം ഈ സലഫി ഇൻഫ്ലുവൻസ് തന്നെയാണ്. അത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അത്തരത്തിലുള്ള വളരെ വികലമായ ഈ രാഷ്ട്രവാദത്തിൽ ഊന്നിയിട്ടുള്ള അവരുടെ പോക്ക് അത് കണ്ട് വോട്ട് ചെയ്യരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു കുട്ടിയായിരിക്കെ നമ്മളുടെ മുന്നിൽ വന്ന് ഓതി തരുമ്പോൾ അതിനോടുള്ള വിയോജിപ്പ്, അത് ശരിയല്ല എന്നുള്ള തോന്നലും, അതിൽ നിന്നുണ്ടായിട്ടുള്ള ചില ആ ഒരു നീജർക്ക് റിയാക്ഷൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നീട് ഉണ്ടായിട്ടുള്ള നമ്മളുടെ അന്വേഷണവും അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി തന്നെയാണ് നമ്മളിതിലേക്ക് എത്തിച്ചെന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പുറപ്പെടുന്ന എവിടെ നിന്നാണ്? ആസ് എ സുന്നിയാണ്. മതം കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാക്കി ആ സാധനം കൂടുതൽ വഷളായ ഇസ്ലാമിലെ വശത്തേക്ക് നമ്മൾ വലിച്ചുകൊണ്ട് പോയത് സലഫികളാണ്, ജമാഅത്ത് ഇസ്ലാമിക്കാരാണ്. അതിലൊരു തർക്കമല്ല. ഇനിയും ഇത് മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ള ആളുകളെ നിങ്ങൾ പറ്റിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ സക്കാഫി പറഞ്ഞ കാര്യം തന്നെയാണ് ശരി എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇന്നിപ്പോൾ കാണുന്നുണ്ടാവും ഈ സലഫികളും ഈ ജമാഅത്ത് ഇസ്ലാമിയും മറ്റുള്ള സാധനങ്ങളും. ഇവിടെ ഞാൻ ഏറ്റവും സന്തോഷപൂർവ്വം കാണുന്നൊരു കാര്യമാണ്, ഇവിടുത്തെ സമസ്ത വിഭാഗം ഈ ജമാഅത്ത് ഇസ്ലാമിനെ വളരെ നിശ്ചിതമായിട്ടാണ് എതിർത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ അത് സംബന്ധിച്ച് വേറൊരു വീഡിയോ ചെയ്യാനിരിക്കുകയാണ്. നമ്മളതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം തന്നെയാണ് ഞാൻ പറയാം. കാരണം നമ്മളെപ്പോഴും പറയാറുണ്ട്, തീവ്രവാദത്തെയും ഈ പറയുന്ന മതരാഷ്ട്രവാദത്തെയും ഇസ്ലാമിക മതരാഷ്ട്രവാദത്തെയും മുസ്ലിങ്ങൾ തന്നെ എതിർക്കണം. അങ്ങനെ എതിർത്ത് വന്നാൽ തന്നെയാണ് ഇവിടെ ഈ വലതുപക്ഷ ശാക്തീകരണം ഇവിടെ തടയാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തുമാത്രം ഒരു വലിയ ഒരു കാപട്യവും ഒരു തെണ്ടിത്തരവുമാണ് ഇവിടുത്തെ ഈ മുസ്ലിം ലീഗും ഇവിടുത്തെ ഈ പറയുന്ന ഈ കോൺഗ്രസും ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവരിപ്പോഴും ഈ ജമാഅത്ത് ഇസ്ലാമിയെ താങ്ങിക്കൊണ്ട് നടക്കുകയാണ്. ഇവിടുത്തെ ഇടതുപക്ഷം എന്താണ് ചെയ്യുന്നത്? ഒരു കാലത്ത് അവരുടെ പോക്കറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്, അവരുടെ ട്രൗസറിൻ്റെ ഉള്ളിലായിരുന്നു തന്നെ പറയാം. അവിടെ നിന്ന് മാറി ഇപ്പോൾ അവരിരുന്നിട്ട് ജമാഅത്ത് ഇസ്ലാമിയെ ഇങ്ങനെ എന്താ പറയുക, കണ്ണിറുക്കി കാണിച്ചിട്ട് രണ്ട് തെറി പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത തെറി പറച്ചിൽ അതല്ല. ഈ സാധനത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ഉറക്കെ പറയേണ്ട കാലഘട്ടത്തിലൂടെ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിന് വഴി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ സമസ്ത. എന്നിട്ട് പോലും അത് ഏറ്റുപിടിക്കാൻ ഒരാളും വരുന്നില്ല. എന്നിട്ടും അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരിയായിട്ട് നിൽക്കുന്ന അവസ്ഥ, മുസ്ലിം ലീഗ് പോലും ആ രീതിയിലേക്ക് നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. വെൽഫെയർ പാർട്ടിയുമായിട്ട് കൈകോർത്തുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇലക്ഷന് വേണ്ടിയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മുസ്ലിം സമൂഹത്തിന് എത്രമാത്രം ഡാമേജിങ് ആണെന്നൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇവിടെ സമസ്ത ഉയർത്തി വെച്ചിട്ടുള്ള ഈ സംഗതിയെ നമ്മൾ മതപരമായി, ഞാൻ എപ്പോഴും പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞ കാര്യം, മതത്തെ വിമർശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചത് ഈ സലഫി മുജാഹിദ് ഈ പ്രസ്ഥാനങ്ങൾ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ്. അതില്ലായിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം പോലും വരില്ലായിരുന്നു. പക്ഷേ എന്നിരുന്നിട്ട് പോലും നമ്മൾ ആ ഒരു വിഷയത്തിൽ, ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കുന്ന വിഷയത്തിൽ നമ്മളിവിടെ സമസ്തയോടൊപ്പമാണ് നിൽക്കേണ്ടത്. ആ ഘട്ടത്തിൽ നമ്മൾ അവരുടെ ആ വാദങ്ങളിലെ ശരികളെ നമ്മളെടുത്ത് പറയണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വളരെ വിനീതമായൊരു അഭ്യർത്ഥന. നമ്മളുടെ ഈ പരിപാടികൾ കാണുന്ന ആളുകൾ ഈ ഒരു വ്യത്യാസം കാണാൻ നമുക്ക് സാധിക്കണം. മുസ്ലിങ്ങളുടെ ഇടയിൽ നമ്മളെപ്പോഴും പറയുന്നത് ദർ ആർ സം ബാഡ് ആപ്പിൾസ്, അത് ഉണ്ടെന്ന് നിങ്ങൾക്കും അറിയാം, നമ്മൾ പറയാറുണ്ട്. എല്ലാത്തിലും ഉണ്ട് മോശം ആളുകൾ, മോശം രീതികൾ, മോശം സംവിധാനങ്ങൾ, മോശം ഓർഗനൈസേഷൻസ്, അതെല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന കൂട്ടത്തിലുണ്ട് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കണം. ഇവിടെ ഈ പറയുന്ന സാധനമാണ്, ഈ പറയുന്ന സലഫികളാണ് ഇതിലെ പ്രശ്നം, ഈ ജമാഅത്ത് ഇസ്ലാമിയാണ് ഇതിലെ പ്രശ്നം. ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഇവരാണ് ഈ തീവ്രവാദത്തിലേക്കും ഈ പറയുന്ന മതരാഷ്ട്രവാദത്തിലേക്കും ഈ മുസ്ലിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്, ഇവരെ കുരുക്കുന്നത് അവരാണ്. അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ അതിനുവേണ്ടി ഇന്ന് ഏറ്റവും വലിയ നില
ഇവിടെ ആരെടുത്താലും അതിൽ ആദ്യം എടുക്കേണ്ട ആളുകൾ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ്. അതിവിടെ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സന്തോഷ വാർത്ത, സന്തോഷകരമായ കാഴ്ച. അത് നമ്മൾ കാണണം. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ണു തുറന്ന് കാണുക. എന്നിട്ട് അതിന് നിങ്ങളെല്ലാ വിയോജിപ്പുകളും ആ ഒരു ഘട്ടത്തിൽ മാറ്റി വെച്ചുകൊണ്ട് ആ സമസ്തയ്ക്ക് നിങ്ങൾ അവിടെ ഒരു സപ്പോർട്ട് കൊടുക്കണം. അവരിടുന്ന പോസ്റ്റുകൾ പരമാവധി ഷെയർ ചെയ്ത് കൂടുതൽ മുസ്ലിങ്ങളിലേക്ക് അത് എത്തിക്കണം എന്നാണ് ഞാൻ പറയാം. ഞാൻ കാണുന്ന പോസ്റ്റുകളെല്ലാം ഞാൻ ഇവിടെ ഒരു കോപ്പി എന്താ പറയുക ഷെയർ ചെയ്ത് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം ഇത് പിന്നീട് ഇതൊന്നും ഇരുന്ന് വായിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇരുന്ന് ഒരു വീഡിയോ ആയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ഒന്ന് വായിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സമയം കിട്ടാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത്രമാത്രം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളെല്ലാവരും എതിർക്കുന്ന സാധനമാണല്ലോ RSS. ഈ RSSുമായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കണം എന്ന് ഒരു മുസ്ലിം സംഘടന, RSS ശരിയോ തെറ്റോ എന്നൊക്കെയുള്ള വാദങ്ങൾ നിങ്ങളുടെ ഒരു വശത്ത് ഉണ്ട്, അതെനിക്കറിയാം. പക്ഷേ മുസ്ലിങ്ങൾക്ക് തർക്കമില്ലല്ലോ. നിങ്ങൾ പറയാറുള്ളത് RSS വളരെ മോശമാണെന്നാണ്. ഈ RSSുമായിട്ട് സന്ധി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കണം, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് അങ്ങോട്ട് പോയി കത്തെഴുതി അങ്ങോട്ട് പോയി മീറ്റ് ചെയ്യാൻ വേണ്ടി പദ്ധതിയിട്ട ടീമാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി. ഇതിൻ്റെ ഒരു പഴയ പത്രക്കട്ടിങ് ഉണ്ട് ഇത് സംബന്ധിച്ച്. അവരുടെ ഒരു മാധ്യമത്തിൽ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് ഒരു എഡിറ്റോറിയലായിട്ട് വന്നിട്ടുള്ളൊരു വാർത്ത തന്നെയുണ്ട്. അത് ഞാൻ തപ്പിയിട്ട് കിട്ടിയിട്ടില്ല. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ ഇരുന്ന് വായിക്കാം. കൃത്യമായിട്ട് അതിനകത്ത് എഴുതി എങ്ങനെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് അവരുടെ എഡിറ്റോറിയൽ. അന്ന് അവർക്ക് എഴുതാമായിരുന്നു, കാരണം അന്ന് BJP ഭരണത്തിലില്ല. അപ്പോൾ അന്ന് കോൺഗ്രസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കോൺഗ്രസിനെ അട്ടിമറിച്ച് താഴെ ഇറക്കിയിട്ട് ഈ ഇവരെയും കൂട്ടിയിട്ട് എന്നിട്ട് ഈ പറയുന്ന ഭരണം കൈയാളാം എന്ന ആ സ്വപ്നം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവരന്ന് കൈകോർത്തത് RSSുമായിട്ടാണ്. എന്നിട്ട് ഇന്നിരുന്നിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് സംഘിച്ചാപ്പ് കൊടുക്കുന്ന ടീമാണ് ഈ ജമാഅത്ത് ഇസ്ലാമി, ഈ മൗദൂദി ടീം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു സംഗതിയെ എതിർക്കാൻ, ഇത് വിളിച്ചു പറയാൻ, ഈ പറയുന്ന ബന്ധം പോലും ഇന്ന് വിളിച്ചു പറയാൻ ഈ സമസ്ത മാത്രമേ മുന്നോട്ട് വന്നിട്ടുള്ളൂ. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. യുക്തിവാദികൾ പോലും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ജബ്ബാർ മാഷ് ഇതിനെക്കുറിച്ച് പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിത് തിരിച്ചറിയണം. ഇത് മുസ്ലിങ്ങൾക്കുള്ള ഒരു ലാസ്റ്റ് ബസ്സാണെന്ന് ഞാൻ പറയാം. ഇന്ത്യ നേരിടുന്ന വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മുടെ പ്രശ്നത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ കാരണമാണ് ഈ ജമാഅത്ത് ഇസ്ലാമി, ഈ സലഫി ബന്ധം എന്ന് പറയുന്നത്. അതിലേറ്റവും ആദ്യം ബാൻ ചെയ്യേണ്ട ഓർഗനൈസേഷനാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി. അതിലേക്കാണ് വഴി വെക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അത് ജമാഅത്ത് ഇസ്ലാമി എന്നൊരു വീഡിയോ ഇറക്കിയത് നിങ്ങൾ കണ്ടു കാണും. അതിന് മലയാളം ഇറക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. എന്തായാലും അത് എത്തേണ്ടോടത്തൊക്കെ എത്തിക്കാണും. മലയാളത്തിൽ നമുക്ക് ഇതും കൂടി ചേർത്തൊരു വീഡിയോ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്രമാത്രം ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇത് കേൾക്കുന്ന വിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ അറിയാൻ വേണ്ടി, മുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ വിഷയത്തിൽ സമസ്തയാണ് ശരി. അവരോടൊപ്പം നമ്മൾ നിൽക്കണം, അവരെ നമ്മൾ പിന്തുണയ്ക്കണം. അവരുടെ ആ ഒരു വാദങ്ങൾ നിങ്ങൾ ആംപ്ലിഫൈ ചെയ്യുക, അത് കൂടുതൽ മുസ്ലിങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇത് ബാക്കിയുള്ള ആളുകളും അത് ചെയ്യുക. നിങ്ങൾ ഏത് മതത്തിലോ മതത്തിലില്ലാത്തവരായിക്കോട്ടെ, വോക്കുകളാണെങ്കിൽ പോലും നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഇന്ത്യയെ രക്ഷിക്കാൻ പറ്റുന്ന ഈ പറയുന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ തടയണമെന്ന് ആഗ്രഹിക്കുന്ന വലതുപക്ഷ ശാക്തീകരണം, RSS, ഹൈന്ദവ ഭീകരത എന്നൊക്കെ പറയുന്ന സാധനം, അതിനെപ്പോലും തടയാൻ പറ്റുന്ന സാധനമാണ് ഈ സമസ്ത എടുക്കുന്ന ഈ നിലപാട് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് അതിൽ അവസാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഇത്രയും കാര്യങ്ങൾ പറയാൻ പാകത്തിന് ഈ വിഷയത്തെ കൊണ്ടെത്തിച്ച് നുണകളും അബദ്ധങ്ങളും കുത്തി നിറച്ചാണെന്നുണ്ടെങ്കിൽ ഈ മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ ഇറക്കി വെച്ച സാധനം വഴിവെച്ചു. വളരെ നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു വിഷയത്തിലേക്ക് പോകാം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.